ലോകം ഭയക്കുന്ന ഐസിസിന് ഒരു ശത്രു ഉണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ അത് സ്ത്രീകളുടെ ഒരു സംഘടന ആണെങ്കിലോ? വിശ്വസിക്കാനാകില്ല. എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. ദ വിമൻസ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അഥവാ YPJ എന്ന സംഘടനയാണ് ഐസിസ് ഭയക്കുന്ന ഏക സംഘടന. സ്ത്രീകൾ മാത്രം അംഗങ്ങളായ ശക്തമായ ഒരു സംഘടനയാണ് YPJ. ഇതിനെ വെറും ഒരു സംഘടനയായി കാണാനാകില്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയെന്നോ ഒരു വിപ്ലവമെന്നോ ഒക്കെ YPJയെ വിളിക്കാം. ഐസിസിനെ നേരിടുന്ന സ്ത്രീകൾ ആലോചിക്കാൻ പോലും ആകില്ല എന്നതാണ് വാസ്തവം. ഐസിസിന്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഒരു സ്ത്രീയാൽ കൊല്ലപ്പെടുന്നത് ഒരു ജിഹാദിക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നിഷേധിക്കുന്നു എന്നാണ്. ആ ഭയം ആയുധമാക്കുകയാണ് YPJ എന്ന സ്ത്രീകളുടെ ഈ സംഘടന. സിറിയയിലും ഇറാഖിലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കരിങ്കൊടികൾ ഉയർന്നു പൊങ്ങിയപ്പോൾ അവിടെ അതിന് ഇരകളായത് അവിടുത്തെ സ്ത്രീകളാണ്. ഐസിസ് തീവ്രവാദികൾ അവിടുത്തെ സ്ത്രീകളെ പിടികൂടി അടിമകളാക്കി അടിമച്ചന്തകളിൽ കൊണ്ടുപോയി ക്രൂരമായി വിറ്റു. കൊടിയ പീഡനങ്ങളായിരുന്നു ആ കാലയളവിൽ അവർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇതിനിടെ ഒരു ശക്തമായ സംഘടന രൂപീകരിക്കപ്പെട്ടു. ഐസിസിന്റെ ഏറ്റവും അപ്രതീക്ഷിതവും നിർണായകവുമായ ശത്രുവാണ് YPJ. വടക്കൻ സിറിയയിലെ കുർദിഷ് YPG പീപ്പിൾസ് ഡിഫൻസ് യൂണിറ്റ് മിലീഷ്യയുടെ ഫീമെയിൽ വിങ് ആയി രൂപീകരിച്ച YPJ വെറും ഒരു പോരാട്ട യൂണിറ്റായി കാണരുത്, മറിച്ച് അതൊരു സാമൂഹിക വിപ്ലവമാണ്. YPJയിൽ 7000-ലധികം സ്ത്രീകളാണ് പ്രവർത്തിക്കുന്നത്. തങ്ങളുടെ സമുദായത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, നൂറ്റാണ്ടുകളായുള്ള പുരുഷാധിപത്യത്തെ അടിച്ചമർത്തുക കൂടിയാണ് YPJയുടെ ലക്ഷ്യം. YPJയുടെ ഒരു സ്നിപ്പർ മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നതിൻ്റെ ഒരു വീഡിയോ ഏതാനും നാളുകൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ചിരിച്ചുകൊണ്ട് അപകടത്തെ നേരിടുന്ന ആ സ്ത്രീയുടെ വീഡിയോ പോരാട്ട വീര്യത്തിന്റെ ഉദാഹരണമാണ്. ലോകം മുഴുവൻ ചെറുത്തുനിൽപ്പിന്റെ അടയാളമായി മാറുകയായിരുന്നു ആ ദൃശ്യങ്ങൾ. വെടിയുണ്ടകളാൽ മാത്രമല്ല YPJ ഐസിസിനെ നേരിടുന്നത്, മനഃശാസ്ത്രപരമായ യുദ്ധത്തിലൂടെയും നേരിടുന്നു. YPJ പോരാളികൾ തങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ഐസിസിനെതിരെ പോരാടുന്നത്. പിടിക്കപ്പെടുന്നവർ ഐസിസിന്റെ അതിക്രൂരമായ ബലാത്സംഗത്തിനും പീഡനത്തിനും പരസ്യ വധശിക്ഷയ്ക്കും വിധേയരാക്കപ്പെടുന്നു. എന്നാലും പിന്നോട്ട് പോകാൻ അവർ തയ്യാറല്ല. ലിംഗസമത്വത്തിനായി പോരാടിയ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി നേതാവ് അബ്ദുള്ള കലാൻ പകർന്നു നൽകിയ പാഠങ്ങളാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ഗ്രാമവാസികളായ പെൺകുട്ടികൾക്ക് ശൈശവ വിവാഹത്തിൽ നിന്ന് രക്ഷ നൽകി സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ തുറക്കുക എന്ന കർത്തവ്യം കൂടി YPJ ചെയ്യുന്നുണ്ട്. 2014 സിറിയയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ കൊബാനിയിൽ YPJ പോരാളികൾ പ്രകടനം നടത്തിയത് ലോകം മുഴുവൻ അത്ഭുതത്തോടെ കണ്ട കാഴ്ചയാണ്. 2017 US-ന്റെ പിന്തുണയോടെ YPJ IS-ന്റെ തലസ്ഥാനമായ റാഖയിലേക്ക് മാർച്ച് ചെയ്യുകയും പതാകകൾ ഉയർത്തുകയും ചെയ്തു. ഒരു ഐസിസ് തീവ്രവാദിയെ സംബന്ധിച്ച് ഏറ്റവും മോശമായ കാര്യങ്ങളിലൊന്നാണ് യുദ്ധക്കളത്തിൽ കൊല്ലപ്പെടുന്നത്, അതും ഒരു സ്ത്രീയാൽ കൊല്ലപ്പെട്ടാൽ നേരിട്ട് നരകത്തിൽ പോകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സ്ത്രീ ഞാനായിരുന്നു, കാരണം കുറച്ച് പുരുഷന്മാരെ നരകത്തിലേക്ക് അയക്കാൻ എനിക്ക് കഴിഞ്ഞു. 2020 ജനുവരിയിൽ ഭാനു പ്രകാശ് ചന്ദ്ര എഴുതിയ ഒരു കഥയിൽ 19 വയസ്സുള്ള കുർദിഷ് പോരാളിയായ സ്റ്റെറക് ജൂതി പറഞ്ഞ വാക്കുകളാണ് ഇത്. 2014 മാർച്ചിൽ കുർദിഷ് മാധ്യമ ഏജൻസികൾ യുദ്ധത്തിൽ YPJ സൈനികർ നിർണായകമായി എന്ന് പറഞ്ഞുകൊണ്ട് കുർദിഷ് വനിതാ പോരാളികൾ വാർത്തകളിൽ ഇടം നേടി. സിറിയയിൽ ഇപ്പോൾ 1-ാം നമ്പർ ലക്ഷ്യമാണ് ഈ സ്ത്രീകൾ. എന്തായാലും ഐസിസ് ഭയക്കുന്ന ഇത്തരക്കാരുണ്ട് എന്നറിയുന്നത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തുള്ള ഇത്തരം തീവ്രവാദികളെ ഭയന്ന് ജീവിക്കുന്ന പലർക്കും ഒരു കരുത്ത് നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഐസിസിനെ തോൽപ്പിക്കാനുമാകും, പക്ഷേ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് എങ്കിലും ഐസിസ് ഈ സ്ത്രീകളെ ഭയക്കുന്നുണ്ട് എങ്കിൽ അത് ആ സ്ത്രീകളുടെ മാത്രം വിജയമാണ്, ഒരിക്കൽ ചവിട്ടി അരയ്ക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെ വിജയം. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.